ഇന്നലത്തെ കോപ്പ ഡെൽ റേ മത്സരത്തിൽ FC ബാഴ്സലോണ 2-0 വിജയിച്ച് കയറിയത്. അതായത് സ്പാനിഷ് സെക്കൻഡ് ഡിവിഷൻ ടീമായ റേസിംഗിനെതിരെയാണ് ബാഴ്സലോണയ്ക്ക് ഈ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു മത്സരത്തിലെ ഒരു 4 ഇമ്പോർട്ടന്റ് പോയിന്റ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ റിയൽ റേസിംഗിന്റെ ഒരു അറ്റാക്കിംഗ് ആണ്. അതായത് ഒരു കളിയുടെ ഒരു 70 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവര് നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ അവർക്ക് 2 ഗോൾ നേടാൻ സാധിച്ചു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ 2 ഗോൾ ഓഫ്സൈഡ് ആയി. പിന്നെ അതുപോലെ തന്നെ അവസാനത്തിൽ ഏറ്റവും കളിയുടെ ലാസ്റ്റ് മൊമെന്റിൽ അവർക്ക് നല്ലൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷെ അത് ഗോളാക്കി മാറ്റാൻ അവർക്ക് സാധിച്ചില്ല. രണ്ടാമത്തെ പോയിന്റ്, FC ബാഴ്സലോണ തുടർച്ചയായ 11 മത്സരങ്ങളാണ് ഇപ്പോൾ വിജയിച്ചു വന്നിട്ടുള്ളത്. അതായത് FC ബാഴ്സലോണ അവസാനം തോറ്റത് നവംബറിലാണ്. നവംബർ ലാസ്റ്റിൽ ചെൽസിയുമായിട്ട് നടന്ന UEFA ചാമ്പ്യൻസ് ലീഗിന്റെ മത്സരത്തിൽ 3-0 എന്നുള്ള സ്കോറിലാണ് FC ബാഴ്സലോണ പരാജയപ്പെട്ടത്. അതിനുശേഷം ഇന്ന് വരെ ഒരു കളി പോലെ FC ബാഴ്സലോണ പരാജയപ്പെട്ടിട്ടില്ല, സമനിലായിട്ടില്ല എന്നുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഈ 11 മത്സരങ്ങളിൽ 6 മത്സരങ്ങളിൽ ക്ലീൻ ഷീറ്റ് നേടാനും ബാഴ്സലോണക്ക് സാധിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പോയിന്റ്, ഇനി FC ബാഴ്സലോണയ്ക്ക് ക്വാർട്ടർ ഫൈനലിൽ ഓപ്പണന്റ് ആയിട്ട് വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ടീം അത്ലറ്റിക്കോ മാഡ്രിഡ് ആണ്. അങ്ങനെ വന്നാൽ ഈ ഒരു കോപ്പ ഡെൽ റേ കോമ്പറ്റീഷനിൽ തന്നെ ഏറ്റവും ഒരു മികച്ച മത്സരം നമുക്ക് ഈ ഒരു ക്വാർട്ടർ ഫൈനലിൽ തന്നെ പ്രതീക്ഷിക്കാം. നാലാമത്തെ പോയിന്റ്, നമ്മുടെ ഈ ഫുട്ബോളിൽ ടീം വർക്കിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. അത് ഒരു എടുത്തു കാണിക്കുന്ന ഒരു മൊമെന്റ് ആയിരുന്നു ഇന്നത്തെ FC ബാഴ്സലോണയുടെ മാച്ചുകൾ ഉണ്ടായിരുന്നത്. അതായത് റേസിംഗിന് ഏറ്റവും അവസാനത്തിൽ നല്ലൊരു ഓപ്പൺ ചാൻസ് കിട്ടുന്നു. 2 റേസിംഗിന്റെ പ്ലേയേഴ്സ് അവിടെ ഉണ്ട്. അതിൽ ഒരു പ്ലെയർ ഷൂട്ട് ചെയ്യുന്നു, ബട്ട് ഗോൾ കീപ്പർ ഗാർഷ്യ അത് നല്ല രീതിയിൽ സേവ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അത് പാസ് കൊടുത്തിരുന്നെങ്കിൽ അവിടെ ഗോളാക്കി മാറ്റാൻ സാധിച്ചിരുന്നു. കളി ഒരു എക്സ്ട്രാ ടൈമിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നു. അത് കളിയുടെ ഒരു 94 മിനിറ്റിലാണ് ഈ ഒരു ഇൻസിഡന്റ് സംഭവിക്കുന്നത്. ഇനി ഇതേ ഇൻസിഡന്റ് 95 മിനിറ്റിൽ FC ബാഴ്സലോണ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് യമാലിനെ പന്ത് കിട്ടുന്നു, യമാല പന്ത് ഒരു കട്ട് ബാക്ക് വെച്ചുകൊടുക്കുന്നു റാഫിനിക്ക്, ബട്ട് ആ പന്ത് കുറച്ച് വൈഡായി പോകുന്നു. പക്ഷെ റാഫിൻ ആ പന്ത് എടുത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ പന്ത് യമാലിനെ തന്നെ അവിടെ കട്ട് ബാക്ക് ഒരു ഓപ്പൺ ആയിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട്. യമാൽ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫുട്ബോളിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഒരു ടീം പ്ലേ ആണ്. നമ്മൾ ഇൻഡിവിജ്വലിനെക്കാട്ടിലും നമ്മൾ ടീമായിട്ട് പ്ലേ ചെയ്യുമ്പോഴാണ് കൂടുതൽ ഒരു റിസൾട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. ആ ഒരു ഫാക്ട് ഇന്നലെ FC ബാഴ്സലോണ ഗ്രൗണ്ടിൽ മനോഹരമായി തെളിയിച്ചു എന്നതാണ്. ഏതായാലും ഈ ഒരു കളിയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഏതാണ്ട് കമന്റ് ബോക്സിൽ അറിയിക്കാം. ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ നമ്മളൊന്ന് ഫോളോ ചെയ്യുക.